ഹലോ, അപ്പോൾ സ്ട്രോബെറി സീസണൊക്കെ അല്ലേ. അപ്പോൾ നമുക്കൊരു സ്ട്രോബെറി ക്രീം കേക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് സ്ട്രോബെറി ചെറുതാക്കി കട്ട് ചെയ്ത് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഷുഗർ, 1.5 ടീസ്പൂൺ ലൈം ജ്യൂസ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇതേപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരണം. എന്നിട്ട് നമ്മളതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ജാം ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 ഡ്രോപ്സ് പിങ്ക് കളർ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലേവർ വേണമെങ്കിൽ സ്ട്രോബെറീൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട, 1/2 കപ്പ് മൈദ, 5 ടേബിൾ സ്പൂൺ ഷുഗർ, 1/4 കപ്പ് മിൽക്ക്, ഇതെല്ലാം കൂടെ അടിച്ചെടുക്കുക. ഇതേപോലെ ലൂസാക്കി ബാറ്ററാക്കുക. ബാറ്റർ ലൂസാവാൻ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് എസൻസും 1-2 ഡ്രോപ്സ് കളറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാനിൽ ദോശ ചുടണ പോലെ വളരെ കനം കുറച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് പെട്ടെന്ന് വിട്ട് കിട്ടും. പെട്ടെന്ന് കരിഞ്ഞു പോവാതെ നോക്കണം. ഒന്നിങ്ങനെ എല്ലാ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മളൊന്ന് എടുത്തിട്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ അപ്പുറത്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് വിട്ടുപോരും. പിന്നെ ഓരോന്ന് നമ്മൾ എടുത്ത് ഓരോന്നിൻ്റെ മേലെ ഇങ്ങനെ ലെയറായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ, സ്ട്രോബെറി ജാമും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ആ വിപ്പിംഗ് ക്രീം, അപ്പോൾ അതും കൂടെ ഇതിൽ ഓരോന്നിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ആവണ പോലെ തന്നെ നമ്മൾ സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഓരോ എൻഡിൽ നിന്ന് നമ്മളിതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് വരിക. നമ്മളിതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് ഇങ്ങനെ ഇതേപോലെ ടൈറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഓരോരുത്തരുടെ ഐഡിയ പോലെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്